ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോ ആണ് വണ്ടി. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീല് ബുഷിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം, എയർ ഫിൽറ്റർ. അപ്പോൾ ഡീറ്റെയിലായിട്ട് എഞ്ചിൻ ഓയിലിൻ്റെ സൈഡൊക്കെ ചെറിയ ലീക്കേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിലായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു റിപ്പോർട്ട് പറയാം. അതനുസരിച്ച് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരുന്നത് എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിൽ തരാം കേട്ടോ. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളത് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക്, അതിനോട് ചേർന്നാണ് നിൽക്കണേ. അതേപോലെ തന്നെ ഈ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഈ നനവ്, ഓയിലിൻ്റെ നനവ് കാണുന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഓയിൽ ലീക്ക് ആയേക്കണാണ്. അത് നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ മാറണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചാലാണ് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആകെ കൂടി 120 മില്ലി ഓയിലാണ് ഗിയർ ബോക്സിൽ വരാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി ലെവലിൽ ലീക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ആ ഗിയർ ബോക്സ് എന്തെങ്കിലും നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഓയിലിൻ്റെ കേസ് എന്തെങ്കിലും ചെക്ക് ചെയ്യാം. ഗിയർ ബോക്സ് അഴിച്ച് നമുക്ക് ഓയിൽ സീലൊക്കെ മാറ്റുമ്പോൾ ഏകദേശം നമുക്കൊരു 950 1000 രൂപയോളം നമുക്ക് അതിന് മാത്രം ചിലവുണ്ട്. അപ്പോൾ നമുക്കതൊന്നും കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ട കംപ്ലയിൻറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തു പോകണമാണ് ബെറ്റർ. അതല്ലെങ്കിൽ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഓയിൽ കുറവുണ്ടെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഗിയർ ബോക്സ് ഓയിൽ മാറ്റുകയോ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ബാക്കിലത്തെ ടയർ നമുക്ക് തേയ്മാനം ഒരു കറക്റ്റായിട്ടുള്ള രീതിയിലല്ല തേയ്മാനം വരാം. അപ്പോൾ അതിൻ്റെ ഒരു പാളിച്ച വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ലോക്കൽ ബ്രാൻഡ് ടയറാണ് കിടക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് കാണുന്നത്. വേറെ നമുക്ക് ഓടിക്കുമ്പോൾ പാളിച്ച കാര്യങ്ങൾ വേറെ ഇത് ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലം അല്ല, ഈ ടയറുമായി ബന്ധപ്പെട്ട് തന്നെ കംപ്ലയിൻ്റാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എയർ ഫിൽറ്ററാണ്. തന്നെയല്ല നമ്മൾ നോക്കുന്ന അത്യാവശ്യം പൊടിയാണ്. നല്ല രീതിയിൽ പൊടി കയറി ബ്ലോക്ക് ആയേക്കാണ്. ശരിക്കും നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് വരാമെന്ന് പറഞ്ഞാൽ വിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ് വരാം. ഇത് ശരിക്കും പേപ്പർ ഫിൽറ്ററാണ്. പേപ്പറിൽ തന്നെ വിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ് നമുക്ക് ഇതുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് വന്നിട്ടുണ്ട്. തന്നെയല്ല നമുക്ക് ഇതുമൂലം ഉണ്ടാകുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹെഡിനകത്തൊക്കെ കരി കൂടുതൽ കയറും. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കംപ്രഷൻ ലീക്കേജ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, മൈലേജ് കുറവ്, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഈ എയർ ഫിൽറ്ററിൻ്റെ ഒറ്റ കാരണം കൊണ്ട് സാധാരണ രീതിയിൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എയർ ഫിൽറ്റർ മാറ്റേണ്ട ഒരു ടൈമാണ്. അപ്പോൾ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഞാൻ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് കൂടി മാറുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. അതൊക്കെ ഒന്ന് എയർ അടിച്ചൊന്ന് ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം ഒന്ന് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നോക്കുമ്പോൾ ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ. കാരണം അത്യാവശ്യം എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ കൂടെയും പൊട്ട് വേണേ കാണും. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാം. എന്തായാലും അടുത്ത സർവീസ് വരെ എന്തായാലും ഓടില്ല. അതിനുള്ളിൽ ബെൽറ്റ് പൊട്ടി നമ്മൾ വഴി പെട്ടു എന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഒരു കാരണവശാലും ഈ ബെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യൽ നടക്കില്ല, മാറ്റണമാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതേപോലെ തന്നെ വേരിയറ്റ് ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, ആ സെറ്റാണ് ആ യൂണിറ്റാണത്. അതിൻ്റെ തേയ്മാനമൊക്കെ നോക്കുമ്പോൾ നിലവിൽ നോർമലാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് വെയിറ്റ് സെറ്റ് തന്നെ യൂണിറ്റാണ്. അതും നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ടൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം, ചെറുതായിട്ടുള്ള തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് നോർമലായി അഴിച്ച് ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം നിലവിലില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടറിനകത്തായാലും നിലവിൽ വേറെ അങ്ങനെ മേജറായിട്ടുള്ള ഉരച്ചിലോ പിടിച്ചിലോ കാര്യങ്ങളൊന്നും ക്ലച്ച് ഔട്ടറിലും കാണുന്നില്ല. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ രീതികൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹെഡിൻ്റെ അവിടെ ഓയിൽ ലീക്ക് ഉണ്ട് നല്ല രീതിയിൽ. ആ ഹെഡ് കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയതാണ്. അപ്പോൾ അത് അഴിച്ച് കൈയോടെ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കൂടി നമുക്ക് ഇതിനകത്ത് വന്നത് 800 മില്ലി ഓയിലാണ്. അപ്പോൾ അതിനകത്തുനിന്ന് അത്യാവശ്യം ഇതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ അറിയാം ഈ സൈഡിലൊക്കെ ഉണ്ട് അത്യാവശ്യം ഉണ്ടോ. അപ്പോൾ അത് ഈ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണില്ല. താഴെ ചാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. താഴെ ചാടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്കേജ് ആയിട്ടുണ്ടോ. പിന്നെ അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്ററിൻ്റെ കേബിൾ വരുമ്പോഴത്തേക്ക് ആക്സിലേറ്റർ കേബിൾ നമ്മൾ ടൈറ്റാണ് കാണിക്കുന്നത്, നല്ല ടൈറ്റ് ഉണ്ട്. മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ, അതായത് ലിങ്ക് മോഡൽ സസ്പെൻഷൻ നമുക്ക് ഫ്രണ്ടിൽ വരാം. അതിൻ്റെ ബുഷൊക്കെ ഓൾറെഡി പോയി കിടക്കാം. ഇളക്കുമ്പോൾ തന്നെ ആ സൗണ്ട് നമുക്ക് കേൾക്കാം. അത് ഗട്ടർ ചാടുമ്പോൾ നല്ല രീതിയിലുള്ള സൗണ്ടും ആ പാളിച്ചയൊക്കെ അതിൻ്റെയും വരും. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം പോയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പിച്ചള ടൈപ്പ് ബുഷാണ് അതിൻ്റെ ഉള്ളിൽ വരാം. ഏകദേശം ഒരു 500 രൂപ 510 രൂപ ഒക്കെ അതിന് കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടേണ്ട ഒരു ടൈമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളായാലും ഔട്ടർ വലിഞ്ഞൊരു സിറ്റുവേഷനാണ് നിൽക്കണേ. ലെഫ്റ്റ് സൈഡ് കേബിൾ ഇച്ചിരി ടൈറ്റാണ് കാണുന്നത്. റൈറ്റ് സൈഡും ഈ പറഞ്ഞ രീതിയുടെ രണ്ടും പഴക്കമായിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡാണ് ഇച്ചിരി കൂടുതലായിട്ട് പ്രശ്നം വരാം. മാറ്റാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മാറ്റിയിടണമാണ് സേഫ്. പിന്നെ അതേപോലെ മീറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് 2022 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയിൽ ഇരിക്കണേ.
അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി കൂടുതലൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ടും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത് 12.99 വരെ വോൾട്ട് വന്നിട്ടുണ്ട്. 2022 മോഡൽ ബാറ്ററിയാണ്, 12 വോൾട്ടിൻ്റെ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് വീണത് ഡാമേജ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വലിയ താമസിച്ചാണ്ട് ഒരു വർഷം, അതായത് 2022 ആണെങ്കിൽ പോലും ഏകദേശം 2 വർഷം ആയിട്ടുണ്ട്. വാറണ്ടി പീരീഡ് ഏകദേശം കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരിക്കും എന്ന് കരുതി സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ താമസിച്ചാണ്ട് ഒരു വർഷം സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ബാറ്ററി ഓൾറെഡി സെൽ ഡാമേജ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വന്നൊന്നുമില്ല, ചിലപ്പോൾ ഒരു വർഷം പെട്ടെന്ന് വന്നുകൂടായികയില്ല കേട്ടോ. പിന്നെ അതേപോലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഷിവറിങ് കാണിക്കുന്നത്, സെൻറ്ററിൽ തന്നെ ബോൾട്ട് ഇടുന്ന ഭാഗം പൊട്ടിപ്പോയി അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊരു വാഷൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെപ്പറേറ്റ് നമുക്ക് വലിയ പിടപ്പില്ലാത്ത രീതിയിലേക്ക് ആക്കാം. അത് കവറാണ് പൊട്ടിപ്പോയിക്കണം, അതാണ് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ നടക്കില്ല. തൽക്കാലം ഒരു നീട്ടുള്ള സ്ക്രൂ ഇടുക, വാഷ് ഇട്ടിട്ട് ആ വലിയ ഇളക്കമുള്ളതായിട്ട് മാറ്റാമെന്ന് മാത്രം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ വണ്ടിയുടെ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ കേസ് പറഞ്ഞിരുന്നു. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് പ്ലഗും മാറ്റിപ്പോകേണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ എൻജിൻ ഓയിലും മാറുന്നുണ്ട്. ഓയിൽ നമുക്ക് ലെവലിലൊരു ചെറിയ വേരിയേഷൻ കാണുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് നമുക്കിവിടെ എൻജിൻ ഓയിലൂടെ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കേജ് ഉണ്ട്. ഇനി ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ ഓയിൽ മാറുന്ന ടൈമിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള ദിവസം അത് നോക്കണം. കാരണം ശരിക്കും പറഞ്ഞാൽ ഓയിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓരോ 3000 കിലോമീറ്ററാണ് ഓയിൽ മാറ്റേണ്ടി വരുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴും എൻജിൻ ഓയിൽ മാറണം. അത് വൈകിപ്പോയാലും നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ ഓയിലിൻ്റെ അളവ് കുറയും, അതായത് കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. തന്നെയല്ല ഇവിടെ ഒരു ലീക്കേജ് ഉള്ളത് കൊണ്ടും ആ വഴിക്കും ഓയിൽ ലെവൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ഭാഗം ക്ലിയർ ചെയ്തിട്ട്, ഇപ്പോൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, അതേപോലെ ലീക്കിൻ്റെ കേസും ക്ലിയർ ചെയ്തതിന് ശേഷം വണ്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യണം. നിർബന്ധമായിട്ട് അത് നോക്കാം. കാരണം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരിഹരിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ ആ കംപ്ലയിൻറ്റ്സ് എന്ന് പറയുന്നത് മേജർ കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അത് അങ്ങോട്ട് വരാനുള്ള സാധ്യത അങ്ങോട്ട് ഒഴിവാക്കി വിടാം. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ്, ഇത് ശരിക്കും ഇതിൻ്റെ അല്ല, വെറുതെ ഒരു സ്പോഞ്ച് കട്ട് ചെയ്തിട്ടാണ്. തൽക്കാലം അത് ചിലപ്പോൾ അവൈലബിൾ അല്ലാണ്ടൊക്കെ ഇട്ടായിരിക്കും കേട്ടോ. തൽക്കാലം അത് മാറ്റിയിട്ടേക്കാം. ഇതിന് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, ഒരു 50 രൂപ താഴേക്ക് നമുക്ക് അതിന് എമൗണ്ട് വന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സീറ്റിൻ്റെ ഈ ക്യാച്ചർ യൂണിറ്റ് ഉണ്ട്, അതിൽ ടൈറ്റാണ്, നല്ല ടൈറ്റ് കാണിക്കേണ്ട. അതേ കേബിളും കംപ്ലൈൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ആ സീറ്റ് ലോക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം. അപ്പോൾ അത് രണ്ടും കൂടി മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. സീറ്റ് ക്യാച്ചർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100-150 രൂപ താഴേക്ക് ഈ ലോക്കിന് വരുള്ളൂ. കേബിളിനും ഏകദേശം ഒരു 40 രൂപ ആ റേഞ്ചൊക്കെയാണ്. 40 രൂപ താഴേക്ക് കേബിളിനും വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ഞാനിപ്പോൾ മൊത്തത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കാം. അതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയാൽ നമുക്കതനുസരിച്ച് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് പരമാവധി നേരത്തെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം.